ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ എബ്രായറിൽ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: വേ ഹ ആരേസ് ഹയത തോഹു വൂഹു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം തോഹു വൂഹു എന്നാണ്. തോഹു എന്നാൽ ഒരു ശൂന്യമായ മരുഭൂ പ്രദേശം പോലെ, വഴിയില്ലാത്ത മരുഭൂമി പോലെ, ഡിസോർഡറായി, ഓർഡറില്ലാതെ കിടക്കുന്ന, കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് തോഹു എന്ന് പറയുന്നത്. അത് ഏകദേശം 20 അടുത്ത പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബോഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് എംപ്റ്റിനെസ്, ശൂന്യമായിരിക്കുക എന്നാണ്. ഈ ബോഹു എന്ന പദം ഒരിക്കലും ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. ആദ്യ 3 പ്രാവശ്യമാണ് പഴയ നിയമത്തിൽ ബോഹു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴെല്ലാം തോഹുവിനോട് ചേർന്നാണ് ബോഹു ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തൊരു ആത്മീയ ആഴമുണ്ട്. എവിടെയെല്ലാം വഴി അടഞ്ഞു കിടക്കുന്നു, എവിടെയെല്ലാം ശൂന്യം പാഴായി കിടക്കുന്നുവോ ജീവിതങ്ങൾ, എവിടെയെല്ലാം ദൈവപ്രവൃത്തി ഇല്ലാതെ കിടക്കുന്നുവോ, കൺഫ്യൂഷൻ ആയിരിക്കുന്നു, വഴിയില്ലാത്ത മരുഭൂമിയിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കുന്നുവോ, അവിടെയെല്ലാം ശൂന്യതയും നാശവുമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്നൊരു ആത്മീയ ദൂത് ഇത് പറയുന്നു. എന്നാൽ എപ്പോഴാണ് പാഴായും ശൂന്യമായും കിടന്ന ഭൂമിയിൽ ഒരു വലിയ വ്യത്യാസം വരാൻ തുടങ്ങിയത്? അത് ലൈറ്റ്, വെളിച്ചം അതിൻ്റെ മേൽ വന്നപ്പോഴാണ്, വെളിച്ചത്തോട് പ്രതികരിച്ചപ്പോഴാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളവരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വഴിയില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ശൂന്യതകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പാഴായും ശൂന്യമായും കിടന്ന ഭൂമിക്ക് മനുഷ്യർ വസിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു പച്ചപ്പും മാറ്റവും ഉണ്ടായത് ലൈറ്റ് വന്നതിന്, പ്രകാശം വന്നതിന് ശേഷമാണെങ്കിൽ, ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവിനെ നിങ്ങൾ എപ്പോൾ കണ്ടുമുട്ടുന്നു, അപ്പോൾ നിങ്ങളുടെ വഴിയടഞ്ഞ മരുഭൂമിയുടെ അനുഭവം, ആകെയുള്ള ശൂന്യതയും നിശ്ചയമായും മാറും. തോഹു വോഹു ഇല്ലാതെയാകും.